വയനാട്ടിൽ വൻ ദുരന്തം. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ. 19 മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചവരിൽ 3 കുട്ടികളും ഒരു വിദേശ പൗരനും. 10 മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മലപ്പുറം പോത്തുകൽ ചാലിയാർ പുഴയിൽ. ദുരന്തത്തിൽ വിറങ്ങലിച്ച് നാട്. രക്ഷാപ്രവർത്തകർക്ക് പലയിടത്തും എത്തിപ്പെടാനാകുന്നില്ല. കൂടുതൽ NDRF, ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വയനാട്ടിൽ. സുളൂറിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ വയനാട്ടിലേക്ക്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 5 അംഗ മന്ത്രിസംഘം. വയനാട് ഉരുൾപൊട്ടലിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്നും മോദി. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം വേണമെന്ന് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. തൃശൂർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. പാരീസ് ഒളിമ്പിക്സിൽ 4ാം ദിനത്തിൽ മെഡൽ പ്രതീക്ഷകളുമായി ഇന്ത്യ. വെങ്കല മെഡൽ പോരാട്ടത്തിനായി മനു ഭാക്കർ, സരബ്ജോത് സഖ്യം ഇന്നിറങ്ങും. മത്സരം 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇവന്റിൽ. ഹോക്കിയിൽ ഇന്ത്യക്കെതിരാളികൾ അയർലൻഡ്.